നമുക്ക് അലീനയുടെയും മണിശങ്കറിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീനയുടെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാവുന്ന. അതുകൊണ്ടാട്ടോ ഇന്നലെ മുതൽ ചാനലിനകത്ത് വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ചിന്നുമോളെ ഓർഫനേജ് കൊണ്ടുവിടാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി അലീനയ്ക്കും രേവതിക്കുട്ടിക്കും. കാരണം അവളുടെ ഓരോ കൊഞ്ചലുകളും ചിരിയും കളിയൊക്കെ ഇപ്പോഴും മനസ്സിൽ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അവൾ ഇവിടെ നിർത്തിയിട്ട് പോയി കഴിയുമ്പോൾ ചങ്ക് പറയുന്ന വേദനയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതുമാത്രമല്ല ചിന്നുമോളുടെ ഓരോ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അവൾക്ക് എത്ര സമയം ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. തങ്ങളെ കാണാതെ അവൾ ഇന്ന് വരെ ഒരു ദിവസം പോലും മാറി നിന്നിട്ടില്ല. അവളെ കിട്ടിയപ്പോൾ മുതൽ അമ്മയായിട്ട് താനും രേവതിക്കുട്ടിയും ബ്രിജിത്ത മമ്മി എല്ലാവരും ആയിരുന്നു ഉണ്ടായിരുന്നേ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ്. അപ്പോഴേക്കും സിസ്റ്റർ പറഞ്ഞു, അതെ ഇനി നിങ്ങൾ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ മോളെ നല്ല പൊന്നു പോലെ നോക്കിക്കോളാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, അതെ സിസ്റ്റർ എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ എന്നൊക്കെ പറയണം. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ ഇവളെ മാനേജ് ചെയ്തോളാം, ചിന്നിക്കുട്ടിക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകത്തില്ല, ഞങ്ങൾ ഇവളെ പൊന്നു പോലെ നോക്കിക്കോളാം എന്ന് പറയാം. ഇനി മുതൽ ഞങ്ങളുടെ മോളെ ഇവളെന്നൊക്കെ പറയണം. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവരിറങ്ങാൻ തുടങ്ങുവാണ്. ചിന്നുവിന് ഉമ്മ കൊടുക്കുകയാണ് രേവതിക്കുട്ടി അലീനെ. ആ സമയത്ത് ചിന്നു ചോദിച്ചു, എന്ത് പറ്റി, രണ്ടുപേരുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നിരിക്കുന്നല്ലോ എന്നൊക്കെ പറയണം. പക്ഷേ അവളുടെ മുന്നിൽ നിന്ന് കരയാൻ പറ്റില്ലല്ലോ. പിന്നീട് ചിന്നുക്കുട്ടി എടുത്ത് സിസ്റ്റർ പറഞ്ഞു, അതെ നമുക്ക് മിഠായിക്ക് എല്ലാവർക്കും കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം. പിന്നീട് രേവതിയോടും അലീനയോടും പറഞ്ഞ് നിങ്ങൾ പോയിക്കോളാനായിട്ട് പറയണം. അങ്ങനെ അവരവിടുന്ന് ഇറങ്ങണ സമയത്ത് രേവതി ഇങ്ങോട്ട് മാറി ഇന്ന് വലിയവായി ഇന്ന് കരയുവാണ്. അത്ര സമയം പിടിച്ചു നിന്നു മോളുടെ മുന്നിൽ കരയാതെ. പക്ഷെ ഇനി സഹിക്കാനായിട്ട് പറ്റുന്ന കാര്യമായിരുന്നില്ല. അപ്പോഴേക്കും അലീന ഓടി വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഇവിടെ നിന്ന് കരയണേ, ഇവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ കാണില്ലേ, എല്ലാവരും എന്ത് വിചാരിക്കുന്നു അറിയണം. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി, എനിക്കിത് കൂടുതൽ പറ്റുന്നില്ല, എൻ്റെ നെഞ്ചു പൊട്ടിപ്പോവാ, ചിന്നുമോളില്ലാതെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നാലും നമ്മുടെ മനസ്സ് നിറയും. അപ്പോഴേക്കും അലീന പറഞ്ഞു, നിനക്കറിയാലോ മമ്മിയുടെ കാര്യം അറിയാവുന്നല്ലേ, മമ്മിയുടെ അവസ്ഥ അറിയാവുന്നതല്ലേ, മമ്മിക്ക് എല്ലാവരെയും ഓരോരുത്തർ സ്ഥലത്ത് ഏൽപ്പിക്കണ്ടേ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ ഏൽപ്പിക്കണ്ടേ, നമുക്ക് ഇനി എത്ര കാലം മമ്മിയോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ പറ്റും, നീ അത് ആലോചിക്കുക. എനിക്ക് ചിന്നുമോളെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ചിന്നുമോളെ കൊണ്ടുപോയണം. ഇല്ല, ഒരു ദിവസം എൻ്റേതായ ഒരു ദിവസം വരും, അന്ന് ഞാൻ ചിന്നുമോളെ കൊണ്ടുപോകുമെന്ന് പറയാം. രേവതിക്കുട്ടി പറഞ്ഞു, അല്ല ചേച്ചിക്ക് ഒരു സ്ഥലം ആയല്ലോ, അച്ഛനും അമ്മയൊക്കെ അവർക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ചേച്ചിക്ക് അറിയാമല്ലോ അവർ അച്ഛനും അമ്മയൊക്കെയാണ്. പക്ഷെ എൻ്റെയോ എനിക്ക് ആരും ഇല്ലാതെ പോകാനുള്ള ചേച്ചി, നമുക്കിനി തമ്മിൽ കാണാൻ പോലും പറ്റുമോയെന്ന് അറിയത്തില്ലോ എന്ന് പറയണം. എന്നെ എവിടേക്കാണ് മമ്മി വിടുന്നതെന്ന് പോലും അറിയത്തില്ലോ എന്ന് പറയാം. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, മമ്മി എന്താണെങ്കിലും നല്ലൊരു സ്ഥലത്തേക്കായിരിക്കും മോളെയും വിടാനായിട്ട് പോകുന്നത്. നമ്മളൊക്കെ അനാഥരല്ലേ, അതുകൊണ്ട് എപ്പോഴെങ്കിലും നമുക്ക് കാണാം. ഇനിയിപ്പം എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പോലും പറയാൻ പറ്റില്ല മമ്മിക്ക്, മമ്മിയുടെ അവസ്ഥ നമ്മളും കൂടെ ചിന്തിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് മനോധൈര്യം കയ്യിലെടുത്തിട്ട് അലീനെ ആശ്വസിപ്പിക്കുകയാണ് രേവതിക്കുട്ടി പറഞ്ഞു, ചിന്നു രാത്രി കിടന്ന് കരയുമോയെന്ന് എനിക്ക് പേടിയുണ്ട്, രാത്രി നമ്മളെ കണ്ടില്ലെങ്കിൽ അവൾക്ക് സങ്കടം വരില്ലേന്ന് ചോദിക്കാം. അതൊന്നും സാരമില്ല, അവിടെ കുറേ കുട്ടികളുണ്ടല്ലോ, അവരെയൊക്കെ നോക്കി നല്ല ശീലമല്ലേ അവിടുത്തെ സിസ്റ്റേഴ്സിനൊക്കെ, അതുകൊണ്ട് അവരതൊക്കെ മാനേജ് ചെയ്തോളെന്ന് പറയാം. എന്നാലും എനിക്ക് സങ്കടം വാന്നും പറഞ്ഞുകൊണ്ട് ഒരു വിധത്തിലാണ് അവിടുന്ന് രേവതിക്കുട്ടിയും വിളിച്ചുകൊണ്ട് അലീന ഓർഫനേജിലേക്ക് വരുന്നത്. ആ സമയത്ത് ബ്രിജിത്താമ്മ ഭയങ്കര വിഷമത്തിലിരിക്കുക. കാരണം അവരുടെ മനസ്സിൽ ഇനിയിപ്പോൾ രേവതിക്കുട്ടിയുണ്ട്, രേവതിക്കുട്ടിക്കൂടെ ഒരു ഷെൽട്ടർ സംഘടിപ്പിച്ചെടുക്കണം. അതിനുശേഷം മാത്രമേ ഓർഫനേജിലേക്ക് അടച്ചു പൂട്ടാനായിട്ട് പറ്റുള്ളൂ. തനിക്കിനിയിപ്പോൾ എത്ര നാൾ ജീവിതമുണ്ട്, അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സിൽ. കാര്യങ്ങളൊക്കെ എല്ലാം ഇത്ര നേരം ഭംഗിയായിട്ട് വരെ നടന്നു, ഇത്ര പെട്ടെന്ന് ഇത്രയും നടക്കുന്നു പ്രതീക്ഷയില്ല. എല്ലാവരും സഹായിച്ചുകൊണ്ടാണ് ഇവിടം വരെ കാര്യങ്ങളൊക്കെ പോയത്. അപ്പോഴേക്കുമാണ് അലീനയും രേവതിക്കുട്ടി അങ്ങോട്ടേക്ക് വരുന്നത്. അവരുടെ മുഖത്തെ സങ്കടമോ അവരുടെ ആ കരഞ്ഞ കണ്ണുകളെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി എത്രമാത്രം അവർ വേദന അനുഭവിക്കുന്നുണ്ടെന്ന്. പിന്നീട് ബ്രിജിത്താമ്മ ചോദിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നോ, ചിന്നുക്കുട്ടി കരഞ്ഞോന്നൊക്കെ ചോദിക്കുക. അതിന് ഞങ്ങൾ ചിന്നുമോളെ കണ്ടില്ല, സിസ്റ്റർ ചിന്നുമോളെ എടുത്തുകൊണ്ട് പോയ സമയത്താണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയാം. സാരമില്ല, അവൾ മിടുമിടുക്കിയായിട്ട് വളരും, എനിക്ക് ഉറപ്പുണ്ട്, അവൾ നല്ല കുട്ടിയായിട്ട് വളരും. അതെ, പിന്നൊരു കാര്യമുണ്ട്, അവളെ എവിടെയാണെങ്കിലും നിങ്ങളിടയ്ക്ക് കാണാൻ ചെല്ലണം കേട്ടോ, അവളുടെ ചേച്ചിയാണ് നിങ്ങൾ, അവളെ കൈവിടലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അങ്ങനെ കൈവിടാൻ പറ്റുന്ന കാര്യമാണ് മമ്മി ഞങ്ങൾക്കെന്ന് പറയാം. പിന്നീട് പറഞ്ഞു, ഇനി രേവതിക്കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണമെന്ന് പറയണം. പിന്നീട് ബ്രിജിത്താമ്മ തൻ്റെ പരിചയത്തിലുള്ള ഒരു ഓർഫനേജിലേക്കും കാര്യത്തിലേക്കും ഒക്കെ വിളിച്ചു നോക്കുകയാണ്. രേവതിക്കുട്ടി കുറച്ച് വലുതാണല്ലോ, അപ്പോൾ അവളെ ഏർപ്പാടാക്കാൻ പറ്റിയ സ്ഥലവും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. അവസാനം അവളെ കൊണ്ടുവന്നാക്കാൻ പറ്റിയ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ബ്രിജിത്താമ്മ
കണ്ടെത്തുന്നുണ്ട്. അതിനുശേഷം അലീനയെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അതെ രേവതി കുട്ടിയുടെ കാര്യത്തിലൊരു തീരുമാനമായി. അവളെ ഏറ്റെടുക്കാമെന്ന് ഒരു വീട്ടുകാർ സമ്മതിച്ചിട്ടുണ്ട്. അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു പറയണം. ഇത് കേട്ടപ്പം അലീന പറഞ്ഞു, അത് പിന്നെ മമ്മി മോള് പേടിക്കൊന്നും വേണ്ട. നിനക്ക് ഇടയ്ക്ക് എപ്പോഴേലും അവളെ കാണാൻ തോന്നുവാണെങ്കിൽ നീ കാണണമെന്ന് പറയണം. കാണാൻ പറ്റുന്നൊരു അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ അവളെ പോയി കാണണമെന്ന് പറയണം. അവളെ ചിന്നുവിനെ നീ ഒരിക്കലും കൈവിടല്, കൂടെ ചേർത്ത് പിടിച്ചോണം. നീയാണ് കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന അലീനയാണല്ലോ. അപ്പം അലീനയോട് പറഞ്ഞു ഓരോ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട് ഏൽപ്പിച്ച് വിടുവാണ്. പിന്നീട് പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ദേ മമ്മി പോയാലും മമ്മി എല്ലാം മുകളിലിരുന്ന് കാണുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇനി എത്ര ദിവസം കാണുമെന്നറിയില്ലേ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ. പിന്നെ എനിക്കെന്ത് സംഭവിച്ചു പോയാലും നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, മമ്മി എന്തിനാ എപ്പോഴും ഇങ്ങനെ തന്നെ പറയണേ? മമ്മിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറയണം. അത് ദൈവത്തിൻ്റെ കയ്യിലല്ലേ, കർത്താവല്ലേ അതൊക്കെ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ബ്രിജിത്താമ്മ ഇങ്ങനെ ഒരു നിമിഷം കണ്ണുകളടച്ചിരിക്കുകയാണ്. ആ സമയത്ത് മണിശങ്കർ കുഞ്ഞിരാമേനൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ കുഞ്ഞിരാമേനൻ്റെ ശ്വാസമുട്ടലും കാര്യങ്ങളൊക്കെ കുറച്ചൊരു ഭേദമായിട്ടുണ്ടായിരുന്നു. പിന്നീട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിരാമേനൻ പറഞ്ഞു, നീ എൻ്റെ അടുത്ത് ഇരിക്കാൻ പറയണം. അങ്ങനെ മണിശങ്കർ അവിടെ ഇരുന്നു. അതെ ആ കൊച്ചിൻ്റെ കാര്യത്തിൽ വല്ല തീരുമാനമായെന്ന് ചോദിക്കുക. ഏത് കൊച്ചിൻ്റെ കാര്യത്തിൽ? അതെ എടാ ഇന്നലെ നമ്മൾ പോയില്ലേ, ആ കൊച്ചിനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയാം. അതെന്താ മുത്തശ്ശ അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വരണമെന്ന്? ഞാൻ നിന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അവിടുത്തെ ആ നോക്കുന്ന അവർക്ക് ആ സ്ത്രീക്ക് അധിക ദിവസങ്ങൾ ഇനി ഉണ്ടാകത്തില്ല. ഉടനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. പിന്നെ ഒരു കാര്യം, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ ആർക്കും ഒരു സംശയം തോന്നല്ല. ഒരു ജോലിക്കാരിയെ കൊണ്ടുവന്ന് സൗദാമിനിയെ നോക്കാനായിട്ട് ജോലിക്കാരിയെ കൊണ്ടുവന്ന് മാത്രം നീയും എല്ലാവരോടും പറയാവുള്ളൂ എന്ന് പറയണം. അല്ല ഇവിടെയുള്ളവരാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ? അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. എനിക്കറിയാം അവളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും കയ്യിലെടുക്കാൻ സാധിക്കുമെന്ന്. അവൾ മിടുക്കിയ ആള്, അവളെ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയണം. ഇതിടെ മണിശങ്കർ ചോദിച്ചു, അല്ല മുത്തശ്ശ ഞാനൊരു കാര്യം ഇന്നലെ മുതൽ ചോദിക്കണമെന്ന് ഓർത്താം. മുത്തശ്ശൻ എന്തിനാ അവളുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം കാണിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ ഇനിയിപ്പം മുത്തശ്ശന് വേണ്ടപ്പെട്ട ഏതെങ്കിലും കുട്ടിയാണോ അതെന്നൊക്കെ ചോദിക്കണം. അത് കേട്ടുകഴിഞ്ഞപ്പം കുഞ്ഞിരാമനും പറഞ്ഞു, അതൊക്കെയുണ്ട്. ഒരു കാര്യമില്ലാതെ മുത്തശ്ശൻ ഇങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാലോ. നിനക്കതൊക്കെ വഴിയേ മനസ്സിലായിക്കോളൂ എന്ന് പറയാം. ഇനിയിപ്പോൾ എത്ര കാലം ഞാൻ ഇവിടെ ഉണ്ടാകുന്ന അറിയത്തില്ല. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, ഒരു കാരണവശാലും അവളെ വേദനിപ്പിക്കരുതെന്ന് പറയണം. എന്താ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞ്? ഒരു കാലത്ത് അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പാടില്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടായെങ്കിലും അവൾ ഈ വീട്ടിൽ തന്നെ കാണണം. അറിയാലോ, നീ എനിക്ക് ചില വാക്കുകളൊക്കെ തരണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മനുഷ്യങ്കറിനൊരു സംശയം, മുത്തശ്ശൻ എന്തിനാ ഇങ്ങനെ പറയുന്നത്? കാരണം ഓർഫനേജിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ മുത്തശ്ശന് അതിന് ഇത്ര താല്പര്യം എടുക്കേണ്ട കാര്യമില്ല. ഇനി അവളുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷനും കാര്യങ്ങളോ ഈ കുടുംബത്തിലുണ്ടോ എന്നൊരു സംശയം മനുഷ്യങ്കറിൻ്റെ ഉള്ളിലേക്ക് വരുവാണ്. പിന്നീട് മനുഷ്യങ്കറെ തുറന്നു ചോദിക്കുകയാണ്, സത്യം പറ മുത്തശ്ശ, എന്താ കാര്യം? മുത്തശ്ശൻ എന്തോ കൂടുതൽ താല്പര്യമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയണം. അതെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കാര്യം അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, നാളെ എനിക്ക് എന്ത് സംഭവിച്ചാലും അവൾക്കൊരു വേദനയും വിഷമവും ഉണ്ടാകാൻ പാടില്ല. അവളുടെ മനസ്സ് വേദനിക്കുന്ന കാര്യം ഉണ്ടാകാൻ പാടില്ല. നിന്നോടല്ലാതെ എനിക്കിത് വേറെ ആരോടും പറയാൻ പറ്റില്ല. കാരണം കുടുംബത്തിൽ മനുഷ്യപ്പെട്ടുള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. പിന്നെ നിന്റെ അച്ഛനോട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മ പറയുന്നതല്ലേ നിന്റെ അച്ഛൻ അനുസരിക്കുള്ളൂ എന്ന് പറയണം. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശന് മനുഷ്യങ്ങളോട് കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നത്.